ഹായ് ഡിയർ സ്റ്റുഡൻസ്, ലേൺ വിത്ത് ആൻകിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് എ ബിസിനസ് ആണ് പഠിച്ചു നിർത്തിയേക്കുന്നത്. സോ എല്ലാവരും അതുവരെ പഠിച്ച് കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇന്നപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ്സിലേക്ക് കടക്കാം. സോ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ, നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കും കൂടെ നല്ല ഈ ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവർക്കും അതവരുടെ പഠനത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യട്ടെ. സോ പ്ലീസ് ഷെയർ. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ആണ്. എന്താ മക്കളെ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്സിൽ ഫസ്റ്റ് പോയിൻ്റ് എന്താ നോക്കിക്കേ. എന്താണ് ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത്? ഫസ്റ്റ് പോയിൻ്റ് ഏർണിംഗ് പ്രോഫിറ്റ്. നമ്മളൊരു ബിസിനസ്സിനെ നമ്മൾ ബിസിനസ് എന്താണെന്ന് പഠിച്ചു. ബിസിനസ് എന്ന് പറയുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു പഠിച്ചത്? ഏർണിംഗ് പ്രോഫിറ്റ്. സോ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്സിലെ ഫസ്റ്റ് പോയിൻ്റ് ഏർണിംഗ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്നൊരു സംഭവം ബിസിനസ്സിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കണ്ടോ? ദ ബിസിനസ് ആക്ടിവിറ്റീസ് ആർ പ്രൈമർലി അണ്ടർടേക്കൺ ടു ഏൺ പ്രോഫിറ്റ്. ബിസിനസ് എന്ന് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോഫിറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദി പെർഫോമൻസ് ഓഫ് ദി ബിസിനസ് ഡ്യൂറിങ് ദ ഓപ്പറേഷൻ പീരീഡ്. ആ ഒരു ബിസിനസ്സിൻ്റെ എത്ര കാലം അത് നിലനിൽക്കുന്നുണ്ടോ ആ ഒരു ടൈമിൽ അതിൻ്റെ ഒരു ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടോ, വളർച്ചയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് എന്താണ് അതിൻ്റെ പ്രോഫിറ്റാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതിന് കൂടുതൽ നാളത്തേക്ക് ഗ്രോ ചെയ്യാനും അതിന് എക്സ്പാൻഡ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു ലോങ് റണ്ണിലേക്ക് കുറച്ച് ദീർഘകാലത്തേക്ക് അതിന് സർവൈവ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. ഇപ്പം പ്രോഫിറ്റ് ഇല്ലെങ്കിൽ എന്താ ആ ബിസിനസ്സിന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമോ? ഇല്ല. സോ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന് എപ്പോഴും ഒരു പ്രോഫിറ്റാണ് വേണ്ടത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്ലോത്ത് സ്റ്റോറാണ് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളും. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ക്ലോത്തിങ്ങിൻ്റെ സ്റ്റോറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളവിടെ പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ആ ഒരു ഗാർമെൻറ്റ്സ് നിങ്ങൾ വാങ്ങിച്ചതോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ മാനുഫാക്ചർ ചെയ്തിട്ട് ആയിക്കോട്ടെ, ആ ഒരു ഗാർമെൻറ്റ്സ് നിങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് വിൽക്കും. അപ്പോൾ ആ ഒരു ഗാർമെൻറ്റ്സ് വിറ്റ വഴി നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾ വാങ്ങിച്ച വിലയിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ പൈസയ്ക്ക് നിങ്ങൾ പുറത്ത് വിൽക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു വഴിയാണ് പ്രോഫിറ്റ് അവിടെ ക്രിയേറ്റ് ആകുന്നത്. സോ ഫസ്റ്റ് പോയിൻ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. സെക്കൻഡ് പോയിൻ്റ് മാർക്കറ്റ് സ്റ്റാൻഡിങ്. മാർക്കറ്റ് സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ നിലനിൽക്കുക. മാർക്കറ്റിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ നമ്മുടെ ബിസിനസ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ക്യാപ്ചർ ദ മാർക്കറ്റ് ഷെയർ. മാർക്കറ്റിൽ ഒരു ഷെയർ, ഒരു പോർഷൻ നമുക്കത് കിട്ടുന്നുണ്ടോ? മാർക്കറ്റിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ബിസിനസ്സിനെ ആളുകൾ അറിയപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് മാർക്കറ്റ് സ്റ്റാൻഡിങ്. സോ സെക്കൻഡ് പോയിൻ്റ് മാർക്കറ്റ് സ്റ്റാൻഡിങ്. ദ ബിസിനസ് ക്യാൻ സർവൈവ് ഓൺലി ഇഫ് ദർ ഈസ് എ ഡിമാൻഡ്. കണ്ടോ? ഇഫ് ദർ ഈസ് എ ഡിമാൻഡ്. ആ ഒരു ബിസിനസ്സിന് സർവൈവ് ചെയ്യാനായിട്ട് മാർക്കറ്റിൽ പറ്റുന്ന എപ്പോഴാണ്? ഇഫ് ദർ ഈസ് എ ഡിമാൻഡ്. ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കണം ആ ഒരു ബിസിനസ്സിന്, അല്ലെങ്കിൽ അതിൻ്റെ ഗുഡ്സ്, എന്ത് ഗുഡ്സ് ആണോ സർവീസസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനൊരു ഡിമാൻഡ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം. അതേപോലെ എന്താണ് ഇറ്റ് മസ്റ്റ് എയിം അറ്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വിന്നിങ് ഓഫ് കസ്റ്റമേഴ്സ്. അതുവഴി നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു ബിസിനസ്സിൽ സക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആപ്പിളും സാംസങ് അവർക്കൊരു മാർക്കറ്റിൽ നിലനിൽക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? അവർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സും അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സും കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന വഴി അവർക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു മാർക്കറ്റിൽ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ആപ്പിളും സാംസങ് പോലെയുള്ള കമ്പനീസൊക്കെ ഈ
ഒരു സൊസൈറ്റിയിൽ നിലനിന്ന് പോകുന്നത്. അവർ നമുക്ക് ഇന്നൊവേറ്റീവും ഹൈ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വഴിയായിരിക്കും അവർക്ക് നിലനിൽക്കാൻ മാർക്കറ്റിൽ പറ്റുന്നത്. അപ്പോൾ 2 പോയിൻ്റ് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് പോയിൻ്റ് ഏർണിംഗ് പ്രോഫിറ്റ്, രണ്ടാമത്തെ മാർക്കറ്റ് സ്റ്റാൻഡിങ്. നെക്സ്റ്റ് അടുത്ത പോയിൻ്റ് പഠിക്കാം, ഇന്നൊവേഷൻ. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മെയിൻ സംഭവം എന്താണ്? ഇന്നൊവേഷൻ. ഒരു പുതിയതായിട്ടൊരു ബിസിനസ് നമ്മൾ തുടങ്ങുവാണ്. അപ്പോൾ അതെന്താണ്? ഒരു ഇന്നൊവേറ്റീവ് പുതിയൊരു ഐഡിയാസ് അല്ലെങ്കിൽ ന്യൂ കോൺസെപ്റ്റ്സ് ഒക്കെ ആളുകളിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മാർക്കറ്റിലായിക്കോട്ടെ എങ്ങനെ ഒരു ബിസിനസ്സിൽ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ടു ഇന്നൊവേറ്റ്, അതായത് ഇന്നൊവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നൊവേറ്റ് മീൻസ് ടു ഇൻട്രൊഡ്യൂസ് സംതിങ് ന്യൂ ഇൻ ദ മാർക്കറ്റ്. കണ്ട, സംതിങ് ന്യൂ, ടു ഇൻട്രൊഡ്യൂസ് സംതിങ് ന്യൂ ഇൻ ടു ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റിലേക്ക് പുതിയൊരു എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കൊണ്ടുവരുന്നു, എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ, കൂടുതൽ ആളുകളെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ് ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പുതിയൊരു മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ന്യൂ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ. ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന വഴി മാത്രമേ നമുക്കൊരു ബിസിനസ്സിൽ നിലനിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇൻട്രൊഡക്ഷൻ ഓഫ് ലാപ്ടോപ്പ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പണ്ടത്തെ കാലത്തൊക്കെ എന്തായിരുന്നു? കമ്പ്യൂട്ടറല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ പുതിയ ലാപ്ടോപ്സൊക്കെ കൊണ്ടുവന്ന വഴി കൂടുതൽ ആളുകൾക്ക് അവർക്ക് എല്ലാ കമ്പ്യൂട്ടർ നമുക്ക് പല സ്ഥലങ്ങളിൽ എടുത്തുകൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷേ ലാപ്ടോപ്പ് വന്നപ്പോൾ അത് ആളുകൾക്ക് കുറച്ചും കൂടെ പോർട്ടബിളാണ്. കൂടുതലും ആളുകൾക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനും യൂസ് ചെയ്യാനും ഒക്കെ ഈസിലി നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് പോകാനൊക്കെ പറ്റും. അതൊക്കെ കൂടുതലും ആളുകളിലേക്ക് ഇന്നൊവേറ്റീവ് ആയിട്ടൊരു ടെക്നോളജി വന്നപ്പം, ഒരു ന്യൂ പ്രൊഡക്റ്റ് വന്നപ്പോൾ ആളുകൾ കൂടുതലും അതിനെ അട്രാക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ മൊബൈൽ ഫോണും അങ്ങനെയല്ലേ. പണ്ടത്തെ കീപാഡിൻ്റെ ഫോൺ മാറ്റിയിട്ട് ഇപ്പോൾ ടച്ച് സ്ക്രീനായിട്ടുള്ള ഫോൺ വന്നു. അതേപോലെ തന്നെ കൺവേർഷൻ ഓഫ് ട്രഡീഷണൽ ഫോട്ടോഗ്രാഫി. പഴയ കാലത്ത് എങ്ങനെയായിരുന്നു ഫോട്ടോഗ്രാഫി എടുത്തുകൊണ്ടിരുന്നത്? ക്യാമറാസൊന്നും അധികമൊന്നും ഇല്ലായിരുന്നല്ലോ. പഴയ ടൈപ്പിലേക്ക് ക്യാമറാസ് വെച്ചിട്ടല്ലേ എടുത്തത്. അപ്പം അതേപോലെ തന്നെ ട്രഡീഷണലിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടൊരു ന്യൂ സംഭവം വന്നപ്പം ആളുകളിലേക്ക് അത് അട്രാക്റ്റായി. അതേപോലെ തന്നെ ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്? ഓൺലൈൻ മാർക്കറ്റിംഗ്, ഡയറക്റ്റ് ടു കസ്റ്റമേഴ്സ് ഡെലിവറിയൊക്കെ നടക്കുന്നു. അതിനൊരു എക്സാമ്പിളാണ് ആമസോൺ. ഇങ്ങനെ ഇവർ കൂടുതലും ആളുകളിലേക്ക് പുതിയൊരു ഐഡിയാസ്, ഓൺലൈൻ മാർക്കറ്റിംഗ് എല്ലാവർക്കും പെട്ടെന്ന് ഈസിലി അവൈലബിൾ ആകുന്നതുകൊണ്ട് തന്നെ കൊണ്ടുവന്നപ്പം ആളുകളിൽ കൂടുതലും അതിനോട് കൂടുതൽ അട്രാക്ഷനായി, അത് ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. സോ തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇന്നൊവേഷൻ ആണ്. ഇനി അടുത്ത പോയിൻ്റ് നമുക്ക് പഠിക്കാവുന്നത്, നാലാമത്തെ ഫോർത്ത് പോയിൻ്റ് ഈസ് പ്രൊഡക്ടിവിറ്റി. എന്താണ് ഫോർത്ത് പോയിൻ്റ്? പ്രൊഡക്ടിവിറ്റി. Okay, it is ascertained by comparing the value of output with the value of input. അവിടെ നമ്മൾ ഒരു റിലേഷൻഷിപ്പാണ് നോക്കുന്നത്, ഔട്ട്പുട്ടും ഇൻപുട്ടും. നമുക്ക് നമ്മുടെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻപുട്ടും നമുക്ക് ആ ഒരു ഇൻപുട്ട് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളൊരു റിലേഷൻ നമ്മളവിടെ അത് തമ്മിലൊരു കമ്പാരിസൺ നടത്തുക. ഇറ്റ് മെഷേഴ്സ് ഹൗ എഫിഷ്യൻ്റ്ലി എ ബിസിനസ് യൂസ് ഇറ്റ്സ് റിസോഴ്സസ്. എങ്ങനെയാണൊരു ബിസിനസ് അതിൻ്റെ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് എഫിഷ്യൻ്റായിട്ട് ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി നമുക്ക് തരുന്നത്. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് നമ്മൾ നല്ല രീതിക്ക് ആ ബിസിനസ്സിൽ നിന്ന് നമുക്ക് പ്രൊഡക്ടിവിറ്റി കിട്ടണം. അതായത് കുറച്ച് മാക്സിമം നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ട് വെച്ചിട്ട് നമ്മൾ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ബിസിനസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. ദാറ്റ്സ് ദ ഫോർത്ത് ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ്സിൻ്റെ ഫോർത്ത് ഒബ്ജക്റ്റീവ് എന്താ മക്കളെ? പ്രൊഡക്ടിവിറ്റി. അതായത് ഇറ്റ്സ് കമ്പയർ ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വിത്ത് ദ വാല്യൂ ഓഫ് ഇൻപുട്ട്. എവരി ബിസിനസ് എയിം അറ്റ് എ ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി. എല്ലാ ബിസിനസ്സും എയിം ചെയ്യുന്നത് ഗ്രേറ്റർ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി വേണം. വിത്ത് അവൈലബിൾ റിസോഴ്സസ് വെച്ചിട്ട് ബെസ്റ്റ് യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല രീതിക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക. അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. അതാണ് അതിൻ്റെ ഒരു മീനിങ്. നെക്സ്റ്റ് അടുത്ത പോയിൻറ്റ്, ദെൻ ദ ഫിഫ്ത്ത് പോയിൻ്റ് ഈസ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ്
ഫിനാൻഷ്യൽ റിസോഴ്സസ്. എന്താണ് അവിടെ പറയുന്നത്? എഫിഷ്യൻ്റായിട്ട് നല്ല രീതിക്ക് നമ്മുടെ കയ്യിലുള്ള ഫിസിക്കൽ ആയിക്കോട്ടെ അതേപോലെ തന്നെ ഫിനാൻഷ്യൽ റിസോഴ്സസ് നമ്മൾ എഫിഷ്യൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അതാണ് ആ പോയിന്റിൽ പറയുന്നത്. അഞ്ചാമത്തെ, ഇനി ബിസിനസ് റിക്വയർ ഫിസിക്കൽ റിസോഴ്സസ് ലൈക്ക് പ്ലാന്റ്, മെഷീനറി, മെറ്റീരിയൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിസിക്കൽ റിസോഴ്സസ് ആണല്ലോ. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആയിട്ടുള്ള ക്യാപിറ്റൽ ആകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നല്ല രീതിക്ക് എഫിഷ്യൻ്റായിട്ടൊരു ബിസിനസ് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ അതിന് സക്സസ് ഉണ്ടാകത്തുള്ളൂ. ദ ബിസിനസ് എൻ്റർപ്രൈസസ് മസ്റ്റ് എയിം അറ്റ് അക്വയറിംഗ് ദീസ് റിസോഴ്സസ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ആൻഡ് യൂസ് ദം എഫിഷ്യൻ്റ്ലി. അതാണ് പറയുന്നത്, എഫിഷ്യൻ്റായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഫിസിക്കൽ ആയിക്കോട്ടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒരു ബിസിനസ് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ മാത്രമേ ആ ബിസിനസ്സിന് അതിൻ്റെ ഒബ്ജക്റ്റീവ്സൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ നെക്സ്റ്റ്, സിക്സ്ത് പോയിൻ്റ്, മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ പറയുന്നത് ബിസിനസ് നീഡ് മാനേജേഴ്സ് ടു കണ്ടക്ട് ആൻഡ് കോർഡിനേറ്റ് ബിസിനസ് ആക്ടിവിറ്റി. ഒരു ബിസിനസ്സിന് ആവശ്യമുണ്ട് അതിൻ്റെ കാര്യങ്ങൾ കോർഡിനേറ്റ്, ഒരു ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് കണ്ടക്റ്റ് അത് ചെയ്യാനും അത് കോർഡിനേറ്റ് ചെയ്യാനും ഒരു മാനേജറിൻ്റെ ആവശ്യമുണ്ട്. ദെർഫോർ ഇംപ്രൂവ് മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എവറി ബിസിനസ്. അതുവഴി എന്താണ്, ഇങ്ങനെ ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും കണ്ടക്ട് ചെയ്യാനും ബിസിനസ് മാനേജർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ ബിസിനസ് മാനേജേഴ്സിന് നല്ല രീതിക്കുള്ള മാനേജേഴ്സ് ആ ഒരു പെർഫോമൻസ് ചെയ്യാനും അത് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഓരോ പ്രോഗ്രാംസ് അവർക്ക് കൊടുക്കണം. അതായത് ഈ മാനേജേഴ്സ് എന്ത് ചെയ്യും? ഒരു കമ്പനിയുടെ പ്ലാനിങ് ചെയ്യും, ഓർഗനൈസ് ചെയ്യും, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും അവരുടെ കൈ വേണമല്ലോ ബിസിനസ്സിൻ്റെ ഓപ്പറേഷനിൽ. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കമ്പനി ഒരു ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമൊക്കെ കൊടുക്കുന്ന വഴി എന്ത് ചെയ്യണം? ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമൊക്കെ ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ പറയുവാണ്, ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമൊക്കെ ഈ മാനേജേഴ്സിന് നമ്മൾ കൊടുക്കുന്ന വഴി എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടാൻ സാധിക്കും, പ്ലാനിങ് ചെയ്യാനായിട്ടുള്ള ഇത് കൂടും. പിന്നെ പ്രോബ്ലം സോൾവ്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നിറയെ പ്രോബ്ലംസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ ഡിസിഷൻ മേക്കിങ്ങിലും ഹെൽപ്ഫുള്ളായിട്ട് അവർക്ക് അതുവഴി ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് മാനേജേഴ്സ് പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദെൻ അതാണ് നമ്മുടെ സിക്സ്ത് പോയിൻ്റ്. സോ നെക്സ്റ്റ് പോയിൻറ്റിലേക്ക് പോകാം. നെക്സ്റ്റ് പോയിൻ്റ് എന്താണ്? സെവൻത് പോയിൻറ്റ്, ടു ഇംപ്രൂവ് ദ വർക്കേഴ്സ് പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെയിൻ ഒരു അസറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതെന്ന് പറയുന്നത് അവരുടെ വർക്കേഴ്സ് ആയിരിക്കും. വർക്കേഴ്സ് ജോലി ചെയ്താൽ മാത്രമേ അല്ലേ ഒരു കമ്പനിക്ക് ഒരു നല്ല രീതിക്ക് ആ ഒരു ഇൻപുട്ട് വെച്ചിട്ട് ഔട്ട്പുട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എവറി ബിസിനസ് അല്ലെങ്കിൽ എവറി എൻ്റർപ്രൈസസ് മസ്റ്റ് എയിം അറ്റ് ഇംപ്രൂവിങ് ഇറ്റ്സ് വർക്കേഴ്സ് പെർഫോമൻസ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? ആ ഒരു ബിസിനസ് വർക്കേഴ്സിൻ്റെ പെർഫോമൻസ് കൂടിയാൽ മാത്രമേ ഒരു ബിസിനസ്സിനെ എയിം അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ഷുഡ് ഓൾസോ ട്രൈ ടു എൻഷ്യൂർസ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓൺ ദി പാർട്ട് ഓഫ് വർക്കേഴ്സ്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കസ്റ്റമേഴ്സിന് എന്താണ് എൻഷ്വർ ചെയ്യണം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ കുറേ വർക്കേഴ്സൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പം നമ്മൾ ആ ഒരു വർക്കേഴ്സിന് അവർക്ക് നമ്മൾ നല്ല രീതിക്കുള്ള ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യണം, ഫെയർ ആയിട്ടുള്ള വേജസ് കൊടുക്കണം. ദെൻ സേഫ്റ്റി, അവരുടെ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സേഫ്റ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യണ്ടേ? എന്നാൽ മാത്രമല്ലേ അവർക്ക് നല്ല രീതിക്ക് പ്രൊഡക്ടിവിറ്റിയും അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. സോ അതാണ് ടു ഇംപ്രൂവ് വർക്കേഴ്സിൻ്റെ പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബിസിനസ് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് പോയിൻ്റ്, ദാറ്റ്സ് എ ഫൈനൽ പോയിൻ്റ്. ദ ഒബ്ജക്റ്റീവ്സിൽ വരുന്ന ലാസ്റ്റ് പോയിൻ്റാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി refers to the obligation of business firm to contribute resources for solving social problems. എന്താണ്? നമ്മുടെ സൊസൈറ്റിയിലുള്ള
പല പല സോഷ്യൽ പ്രോബ്ലംസ് കാണുമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഓരോ ബിസിനസ്സും കോൺട്രിബ്യൂട്ട് ചെയ്യണം. എന്തെങ്കിലും ഒരു സൊസൈറ്റിയുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ മാറ്റി വെക്കണം. ഓക്കെ, അതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. അതായത് ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പൊക്കെ ആയിക്കോട്ടെ, അവർ വേരിയസ് ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസിലേക്ക് എൻഗേജ്ഡ് ആകുന്നുണ്ട്. സച്ച് എസ് എഡ്യൂക്കേഷൻ, അവർക്ക് കുറേ സാധാരണ കുട്ടികൾക്കൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലും ഹെൽത്ത് കെയർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഇങ്ങനെയൊക്കെ അവർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ എൻഗേജ്ഡ് ആകുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അതേപോലെ തന്നെ ഇപ്പം ഒരു കമ്പനി പ്ലാസ്റ്റിക് റെഡ്യൂസ് ചെയ്തിട്ട് ഉള്ള പ്രൊഡക്ട്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പാക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റീന്യൂവബിൾ എനർജി യൂസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അതൊക്കെ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ഒരു കമ്പനിയുടെ ഗുഡ് വില്ലും ആളുകളിലേക്ക് കൂടുതൽ ഒരു കമ്പനി ഇപ്പം പ്ലാസ്റ്റിക്കൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ, കൂടുതലും ഗ്രീൻ പ്രൊഡക്ട്സ് അങ്ങനത്തെയൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാമാഎർത്തൊക്കെ പോലുള്ള പ്രൊഡക്ട്സൊക്കെ ഇല്ലേ, അപ്പം കൂടുതലും ആളുകളിലേക്ക് കൂടുതലും നാച്ചുറലാണ്. അങ്ങനെയൊക്കെ വരുമ്പം നമ്മുടെ സൊസൈറ്റീനെ, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് കാണുമ്പം കൂടുതൽ ആളുകൾ അതിലേക്ക് ട്രസ്റ്റഡ് ആകുന്നു. അവർക്ക് അത് കൂടുതലും നല്ല രീതിക്ക് അത് നല്ലൊരു ഇതായിട്ട് കാണുന്നു. സോ അത്രയൊക്കെയാണ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു. ഒബ്ജക്റ്റീവിലെ ഫസ്റ്റ് പോയിൻറ്റ് ഏർണിംഗ് പ്രോഫിറ്റ് ആണ്. ദെൻ സെക്കൻഡ് പോയിൻറ്റ് മാർക്കറ്റ് സ്റ്റാൻഡിങ്, തേർഡ് ഇന്നോവേഷൻ, ദെൻ പ്രൊഡക്ടിവിറ്റി. Fifth point is efficient utilization of physical and financial resources. Then sixth point, management performance and development ഒരു ബിസിനസ് നോക്കണം. Then seventh point, improve workers performance and attitude. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു അസറ്റാണ് വർക്കേഴ്സ്. സോ അവർക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ദെൻ ലാസ്റ്റ് പോയിന്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ ഒരു ബിസിനസ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇത്രയായിരുന്നു നമ്മൾ ഇന്ന് പഠിച്ച ഒബ്ജക്റ്റീവ്സിൻ്റെ ഇത്. ഈ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു. എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയുവാണ്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.